മച്ചന്മാരെ, ഇന്ന് നമ്മളൊരു തകർപ്പൻ സ്പോട്ടില് മാരക ഫിഷിംഗ് ആണ് നടത്താനായിട്ട് പോകുന്നത്. കാളാഞ്ചിയുടെയും ചെമ്പല്ലിയുടെയും വറ്റയുടെയും വാളയുടെയും രോഹുവിന്റെയും കട്ലയുടെയും വിഹാര കേന്ദ്രത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. കടലിൽ നിന്നും കായലിൽ നിന്നും അടിക്കുന്ന മിക്ക കൊമ്പന്മാരെയും ഇവിടുന്ന് പിടിക്കാനായിട്ട് പറ്റും. ലൈബേറ്റ് എറിഞ്ഞും അതുപോലെ തന്നെ ലൂറും ഷാഡും ഷിമ്പൊക്കെ കാസ്റ്റ് ചെയ്തുമാണ് ചൂണ്ടക്കാരെല്ലാരും ഇവരെ പിടിക്കുന്ന ഇവിടുന്ന്. ചെമ്പല്ലി കാളാഞ്ചി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെവി കാളാഞ്ചിയും ചെമ്പല്ലിയാണ് ഇവിടുന്ന് അടിച്ചു കയറുന്നത്. അവരെ നേരിടാനായിട്ട് ജിഗുകളും ലൂറുകളും ഷാഡുകളും ഒക്കെ സെറ്റ്. വെള്ളത്തിന്റെ ഒഴുക്കും ആഴവും കലക്കലൊക്കെ നോക്കിയാണ് ഇതിൽ നിന്ന് ഏത് ലൂറാണ്, ജിഗാണ്, ഷാഡാണ്, ഷിമ്പാണ് എടുത്ത് പ്രയോഗിക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത്. നല്ല തിളക്കോ ആക്ഷനുള്ള ലൂറുകളാണ് നമ്മുടെ കയ്യിലുള്ളത്. അത് മാത്രമല്ല, നമ്മുടെ ഷിമ്പിന്റെ ഒക്കെ ഒരു നിഴല് മാത്രം കണ്ടാൽ മതി പറന്നു വരും ചെമ്പല്ലി അതിനെ അടിക്കാനായിട്ട്. ആ മാതിരി റിസൾട്ടുള്ള ഷിമ്പുകളാണ്. ചില സ്പോട്ടുകളിൽ ചില ടൈമുകളുണ്ട്. ആ സമയത്ത് നമ്മുടെ ലൈവ് ബൈറ്റ് ഇടുന്നേക്കാളും അടിയാണ്. ഇതുപോലുള്ള ആർട്ടിഫിഷ്യൽ ബൈറ്റുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് കലേഷന് കറക്റ്റ് ആയിട്ട് അറിയാം. വെള്ളം ഇന്ന് നമ്മുടെ ചെക്ക് ഡാമില് അല്പം ഇളം കലക്കലാണ് ഉള്ളത്. ആ ഇളം കലക്കൽ നല്ലതാണ്. നല്ല തെളിച്ചുള്ള സമയത്ത് മീനടി കുറവായിരിക്കും. മിക്ക സമയങ്ങളിലും ഈ പ്രൊഡേറ്റർ മീനുകള് നമ്മളെറിയുന്ന ലൂറും ഷാഡും ഷിമ്പൊക്കെ കണ്ടിട്ടൊന്നും വന്നല്ല അടിക്കുന്നത്. നമ്മൾ റിട്രീവ് ചെയ്യുന്ന സമയത്ത് ഈ ലൂറുകളും ഷാഡുകളും ഷിമ്പൊക്കെ വെള്ളത്തിലൊരു വൈബ്രേഷൻ ഉണ്ടാക്കുന്നുണ്ട്. മടയിലിരിക്കുകയാണെങ്കിൽ പോലും ഈ വൈബ്രേഷൻ മീനുകൾക്ക് കറക്റ്റ് ആയിട്ട് തന്നെ സെൻസ് ചെയ്യാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് നമ്മുടെ ലൂറൊക്കെ കിടന്നു വരുന്ന സമയത്ത് മടയിലിരിക്കുന്ന ചെമ്പല്ലി പോലും മടയിൽ നിന്ന് ചാടി ഇറങ്ങി വന്ന് അതിനെ സ്ട്രൈക്ക് ചെയ്യുന്നത്. ഷാഡൊക്കെയാണ് നമ്മൾ റിട്രീവ് ചെയ്തെടുക്കുന്നതെങ്കിൽ നോർമലായിട്ട് തന്നെ റിട്രീവ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പകരം നമ്മള് ജിഗൊക്കെയാണ് കാസ്റ്റ് ചെയ്ത് റിട്രീവ് ചെയ്യുന്നതെങ്കിൽ ഇടയ്ക്ക് കൈകൊണ്ട് ആക്ഷനൊക്കെ കൊടുക്കണം. ഇടയ്ക്കൊന്ന് സ്റ്റോപ്പ് ഒക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് മീൻ അടി കിട്ടും. വലിയ ചെമ്പല്ലികളെ ഇവിടെ ഷാഡിലടിച്ച് കയറുന്നതിലും എളുപ്പം ലൂറിലും ജിഗിലൊക്കെ അടിച്ച് കയറുന്നതാണ്. ലൂറും ജിഗൊക്കെ ആവുമ്പോൾ ത്രിബിൾ ഹുക്ക് ഉള്ളതുകൊണ്ട് അവന്മാർക്ക് അങ്ങനെ പെട്ടെന്ന് ഹുക്കിൽ നിന്ന് റിലീസായി പോകാനായിട്ട് പറ്റില്ല. ഷാഡാവുമ്പോൾ അവന്മാർ തെറിച്ച് ചാടുന്ന സമയത്ത് ചിലപ്പോൾ വായിൽ നിന്ന് ഹുക്ക് റിലീസായി പോകും. ഇവിടെ ഈ ചെക്ക് ഡാമിന്റെ സൈഡ് ഭാഗത്തൊക്കെ ഉള്ളതുപോലെ തന്നെ വെള്ളത്തിന്റെ അടിയിലും നിറയെ കല്ലുകളാണ്. ഈ കല്ലുകളുടെ ഇടയിൽ വലിയ മാളകളും ഉണ്ട്. അതുകൊണ്ട് തന്നെ കടലിൽ നിന്ന് കയറി വരുന്ന മിക്ക മീനുകളും ഇവിടെ എത്തുമ്പോൾ ഒന്ന് ചവിട്ടും. ചെമ്പല്ലികൾക്കും വറ്റുകൾക്കൊക്കെ ഓടിച്ചിട്ട് അടിക്കാൻ പറ്റിയ പരലുകളും മുറശുകളും ഇഷ്ടം പോലെ ഈ ഭാഗത്ത് കിടന്ന് കറങ്ങുന്നുണ്ട്. കടലിൽ നിന്നും കയറി വരുന്ന വലിയ വറ്റകള് അവരെ കൂട്ടത്തോടെ ആക്രമിച്ചാണ് ഇതിലൂടെ നടക്കുന്നത്. പക്ഷേ ചെമ്പല്ലികൾ അതുപോലെയല്ല. അവർ കൂട്ടമായിട്ടല്ല ഇവിടെ കൂടുതലും കാണപ്പെടാറ്. എപ്പോഴും ഒറ്റയായിട്ട് മടയിൽ കയറി പതുങ്ങിയിരിക്കും. ഇര താനിരിക്കുന്ന മടയുടെ അടുത്ത് വന്നു കഴിയുമ്പോൾ മടയിൽ നിന്ന് ചാടി ഇറങ്ങി എത്രയും വേഗം തന്നെ അവനെ വെട്ടി വായിലാക്കി നേരെ ആ മടയിലേക്ക് തന്നെ അവൻ പാഞ്ഞു കയറാനായിട്ട് ശ്രമിക്കും. ചെമ്പല്ലി ആ പരിപാടി കാണിക്കുന്നതുകൊണ്ടാണ് ചെമ്പല്ലി അടിച്ചു കഴിയുമ്പോൾ പല ചൂണ്ടക്കാർക്കും മിസ്സാവുന്നത്. നമ്മൾ വറ്റിയൊക്കെ പിടിക്കും പോലെ ഡ്രാഗൊക്കെ ലൂസ് ചെയ്ത് അവനെ ഓടിച്ചു കയറ്റാനും നോക്കിയിട്ടുണ്ടെങ്കിൽ നടപ്പുള്ള കാര്യമല്ല. ഇവിടെ ചെമ്പല്ലിനെ കയറണമെങ്കിൽ ഫുൾ ഡ്രാഗ് ടൈറ്റ് ചെയ്ത് തന്നെ പിടിക്കണം. വലിയ ചെമ്പല്ലി അടിച്ച് പൊട്ടിച്ചു പോവാണെങ്കിൽ അങ്ങ് പൊട്ടിച്ചു പൊട്ടേന്ന് വെക്കണം. വെള്ളം നല്ല സെറ്റ് ആയിട്ടാണ് കിടക്കുന്നത്. കലേഷന് ഏത് നിമിഷം വേണമെങ്കിലും ഒരു കലക്കനടി പ്രതീക്ഷിക്കാം. കുറച്ചു മുമ്പ് ചെറിയൊരു സ്ട്രൈക്ക് കിട്ടിയിരുന്നു. പക്ഷേ ഹുക്കപ്പായില്ല അവന്റെ വായില്. ചെമ്പല്ലിയുടെ അല്ല വറ്റയുടെ അടിയാണ് കിട്ടിയത്. ശരിക്കും വറ്റകളുടെ ആക്ടിവിറ്റി കാണിക്കുന്നുണ്ട്. കൂട്ടമായിട്ട് നടക്കുന്ന മീനായതുകൊണ്ട് തന്നെ ഒരടി ഇപ്പൊ തന്നെ വീണ്ടും കിട്ടുമെന്ന് കലേഷന് ഉറപ്പായിരുന്നു. അത് തന്നെ സംഭവിക്കുകയും ചെയ്തു.